ശാന്തി സുമങ്ങളുമായി കാന്തപുരം വരവായി മാനസഭൂമികയിൽ സ്നേഹതുഷാരമായി ശാന്തി സുമങ്ങളുമായി കാന്തപുരം വരവായി മാനസഭൂമികയിൽ സ്നേഹതുഷാരമായി മാനവമോചന കാവ്യം മനമിൽ സാന്ത്വന മന്ത്രം മാനവമോചന കാവ്യം മനമിൽ സാന്ത്വന മന്ത്രം ശാന്തി സുമങ്ങളുമായി. മനുഷ്യൻ അവന്റെ ഏകാന്തതയിലും ആരും അവനെ നിരീക്ഷിക്കുന്നില്ലെങ്കിലും ആരുടെയും അന്വേഷണ പരിധിയിൽ അവനില്ലെങ്കിലും സ്വത്വമായ ഗുണങ്ങളെയും മാന്യമായ സമീപനങ്ങളെയും സ്വീകരിക്കുന്നവനാണ് യഥാർത്ഥ മാനവിക ബോധമുള്ളവർ. ആ മാനവികമായ ബോധം അവനുള്ളത് കൊണ്ട് തന്നെ ഈ ലോകത്തിന്റെ സംവിധാനങ്ങൾ മുഴുവനും അവനെ ആസ്പദിച്ചുകൊണ്ടാണ് സംവിധാനിച്ചിട്ടുള്ളത്. ആകാശവും ഭൂമിയും ലതാദികളും മുഴുവൻ മനുഷ്യന്റെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും ഗുണത്തിനും വേണ്ടി സംവിധാനിച്ചിരിക്കുന്നു. വിശുദ്ധമായ ഖുർആൻ വളരെ മനോഹരമായി ഈ പ്രമേയത്തെ നിരവധി സ്ഥലങ്ങളിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. അല്ലാഹുല്ലദീ ജഅല ലക്കുമുൽ അർള ഖറാറ, നിങ്ങൾക്ക് വാസയോഗ്യമായ ഭൂമിയെ ഒരുക്കിയവനാണ് അല്ലാഹു തആല. വസ്സമാഅ ബിനാഅ, നിങ്ങൾക്ക് മേൽപ്പുരയായി ആകാശത്തെ സംവിധാനിച്ചിരിക്കുന്നു. വസവ്വറകും ഫഅഹ്സന സുവറകും, ലോകത്തൊരുപാട് സൃഷ്ടിജാലങ്ങൾ സൗകുമാര്യതയുടെ സമവാക്യങ്ങളായി ഉദ്ധരിക്കപ്പെടുമ്പോഴും അതിന്റെ എല്ലാം മുന്നിൽ 14-ാം നിലാവിനേക്കാൾ ശോഭയോടെ ഒരുപാട് നറുമണങ്ങളുള്ള പുഷ്പങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന പുഷ്പകവാടിയിൽ ഏറ്റവും വസന്തം ചുരത്തുന്ന പുഷ്പമായി മനുഷ്യനെ അല്ലാഹു തആല സംവിധാനിച്ചു. ആധ്യാത്മിക രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു നേതാവ് തൻ്റെ ജീവിതത്തിലെ നല്ലൊരു കാലഘട്ടം മുഴുവൻ ആധ്യാത്മിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച ഒരു നേതാവ് സാധാരണ കേൾക്കുന്ന മുദ്രാവാക്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മാനവികതയെ തൊട്ടുണർത്തുന്ന, മനുഷ്യ മനസ്സാക്ഷിയെ തൊട്ടുണർത്തുന്ന മുദ്രാവാക്യങ്ങളും കാലികമായ പ്രശ്നങ്ങളും അവതരിപ്പിച്ചുകൊണ്ട് കേരളത്തിൻ്റെ ജനഹൃദയങ്ങളിലേക്ക് എത്തുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത്. ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകനാണ്. ഞങ്ങൾക്കൊക്കെ ചെയ്യുവാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് പ്രചരണം കൊണ്ടും സംഘടനാ പാടവം കൊണ്ടും കേരള മാർച്ച് ശ്രദ്ധേയമായി.